കേരളത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. കാരണം കേരളത്തിൽ അധ്യാപികയെ തന്നെ കൊലപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ കേസ് അത് മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ്, ഇത് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കേണ്ട കേസാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ സെഷൻസ് കോടതി അത് അംഗീകരിച്ചില്ല. പകരം ഇവർക്ക് ജീവപര്യന്തം കഠിന തടവിന് ഈ 2 പേരെ ശിക്ഷിച്ചു. ഒരാൾ ഈ കേസിൽ ഊരിപ്പോവുകയും ചെയ്തു. അങ്ങനെ നാടിനെ മുഴുവൻ അതോടുകൂടി വിറപ്പിച്ചു. ഏതായാലും ഈ പറയുന്ന വിശാഖ് എന്ന് പറയുന്ന ആളുടെ പിതാവാണ് ശരിക്കും ഇതിലെ ഹീറോ. നാട് മുഴുവൻ സ്വന്തം മകൻ ചെയ്ത തെറ്റുകൾ മറച്ചു പിടിച്ച് മകൻ കൊണ്ടുവന്നതിന്റെ പങ്ക് കൈപ്പറ്റാൻ ആ പിതാവ് ശ്രമിച്ചില്ല എന്നതാണ് ഏറ്റവും അതെ ആറ്റിങ്ങൽ കൊലപാതകം പോലെ. ആറ്റിങ്ങലിലും ഇതാണ് സംഭവിച്ചത്. ആറ്റിങ്ങലിലെയും പ്രതിയെ പിടിച്ചു കൊടുത്തത് അയാളുടെ പിതാവ് തന്നെയാണ്. മകന് എതിരായി സാക്ഷി പറഞ്ഞതും പിതാവായിരുന്നു. ഇരട്ടക്കൊല അനുശാന്തിയുടെ കേസ് കാമുകന്റെ പിതാവാണ് കേസിലെ സാക്ഷിയാവുകയും വിചാരണയിൽ ഉടനീളം അദ്ദേഹം കേസിൽ സാക്ഷിയായി നിൽക്കുകയും അവസാനം വിധി വരുമ്പോൾ വരെ മകനെതിരായി സാക്ഷി പറയാൻ അദ്ദേഹം തയ്യാറായി. അപ്പോൾ ഇതാണ് കാസർഗോഡത്തെ വിദ്യാർത്ഥി ചീമേനി ജാനകി ടീച്ചർ വധം. വിദ്യാർത്ഥികൾ തന്നെ അധ്യാപികയ്ക്ക് തോന്നുന്ന കേസ്.